ഡിയേഴ്സ്, ഒരു മിനിറ്റിലെ മാക്രോ എക്കണോമിക്സിൽ നിന്നും എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ളത് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്. അതിൽ നിന്നും ഇത്രയേറെ കാര്യങ്ങൾ പഠിക്കണം. മെയിൻ ആയിട്ട് സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി എപ്പോഴും 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. അതിൽ നിന്ന് ഇത്രയേറെ കാര്യങ്ങൾ പഠിക്കണം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇമ്പോർട്ടന്റ് ആയിട്ട് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അതേപോലെ NNP, NDP, GDP, GNP ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഈ കാൽക്കുലേഷൻ ഓഫ് ഇൻകം, നാഷണൽ ഇൻകം, അതിന്റെ 3 മെത്തേഡ്സ് 8 മാർക്കിന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് ആണ്. നിറയെ കാര്യങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. അതിൽ നിന്നും നമ്മുടെ RBIയുടെയും കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ RBIയുടെ ആണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഫംഗ്ഷൻസ്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ്, മോണിറ്ററി പോളിസി, മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ RBI ഉപയോഗിക്കുന്ന പോളിസി ഏതൊക്കെയാണ്, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. ഇത്രയേറെ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും 2 സെക്ടർ എക്കോണമിയിൽ എങ്ങനെയാണ് ഇൻകം, ഇക്വിലിബ്രിയം ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡിന് ഇൻവെസ്റ്റ്മെന്റ് കൂടി എന്ത് സംഭവിക്കും, MPC കൂടിയാൽ എന്ത് സംഭവിക്കും, ഇതും കൂടെ പഠിച്ചു വെക്കണം. ഒരു മിനിറ്റ് ആയതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.